കഴിഞ്ഞൊരു 3 വർഷമായി ചെയ്യുന്നുണ്ട്. ഈ 3 വർഷത്തിന് ഏകദേശം $2.5 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം. അതായത് INR നോക്കുകയാണെങ്കിൽ 2 CR മുകളിൽ വരും. 2 CR മുകളിൽ വരും. ഈ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും റിലാക്സ്ഡ് ആണ് നമ്മൾ, അല്ലേ? നമുക്ക് ടെൻഷൻ ഇല്ല, ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കണം എന്നില്ല, നമ്മുടെ എല്ലാ കാര്യവും നടക്കും. നമുക്ക് സ്പോർട്ടിലും ഫ്യൂച്ചേഴ്സിലും ഒരേ സമയം ഒരുപോലെ ട്രേഡ് നടക്കുന്ന ഒരു സിസ്റ്റം ഏതിലുണ്ട്, നമ്മുടെ ട്രാൻസാക്ഷനിലുണ്ട്. അത് വേൾഡിൽ വേറെ ഒരു ബോട്ടിനും എന്തില്ല, ഇല്ലാത്തൊരു സ്പെസിഫിക്കേഷൻ ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6ഓളം ബോട്ട്സ് അല്ലെ 6ഓളം സ്ട്രാറ്റജീസ് മെത്തേഡിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ട്രാൻസാക്സ് ഐ ബോട്ട് ഇന്നിപ്പം അവൈലബിൾ ആണ്. സോ നമ്മൾ വെച്ചിട്ട് ട്രാൻസാക്സ് ഐ ബോട്ടിൽ വരുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എനി ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമർക്ക് സ്പോട്ട് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു $15-20 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു $50 മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം റിസ്ക് ഇല്ലാതെ ട്രേഡിംഗ് അറിയാത്ത ഒരാൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ബോട്ടാണിത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംവിധാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? അതെ, നമുക്കറിയാം ഈ ഒരു ക്രിപ്റ്റോ കാലഘട്ടങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ പറ്റിയ ഒരുപാട് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു ക്രിപ്റ്റോ വേൾഡിൽ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെന്നും ഏതിലൂടെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തരാൻ അതിൻ്റെ ഒരു പ്രൊമോട്ടർ നമുക്കൊപ്പമുണ്ട്. ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം, ശേഷം നമുക്ക് പ്രൊജക്റ്റ് എന്തെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം ഒന്ന് പരിചയപ്പെട്ടുള്ളൂ. എൻ്റെ പേര് അരുൺ എന്നാണ്, സ്ഥലം കാലിക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ സർ, നമ്മുടെ ഈ ആക്ച്വലി നമുക്കറിയാം ഈ ഒരു ക്രിപ്റ്റോ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ക്രിപ്റ്റോയിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അന്വേഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയങ്ങളിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എങ്ങനെ നമുക്ക് ക്രിപ്റ്റോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏതാണ്? ട്രെൻഡെക്സ് എന്നുള്ള ഒരു ബിഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെൻഡെക്സ് ഓപ്പർച്യൂണിറ്റി ത്രൂ ക്രിപ്റ്റോയിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും വിത്തൗട്ട് എനി റിസ്ക്. കാരണം എല്ലാവരും ക്രിപ്റ്റോയിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോസസ് ആണ്. ദാറ്റ് മീൻസ് നമ്മളൊരു മന്ത്ലി 10% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓഫ് കോഴ്സ് നമുക്ക് 25% ലോസാണ് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കൺസിസ്റ്റൻസിയോട് കൂടി നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു AI സോഫ്റ്റ്വെയർ ആണ് ഇത് ട്രെൻഡെക്സ്. ഓക്കെ, അപ്പോൾ പിന്നെ അരുൺ ഭായ് ഒരുപാട് എത്രയായി ഈ ഒരു ഓൾറൗണ്ട് ഇപ്പോൾ ക്രിപ്റ്റോ ഫീൽഡിൽ ഒരു 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. പക്ഷേ സ്റ്റാർട്ടിങ് ടൈമിൽ ട്രേഡിങ്ങിൽ ഓഫ് കോഴ്സ് എന്തായാലും ലോസ് കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു AI സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായതിന് ശേഷം സെൽഫ് ട്രേഡിംഗ് നിർത്തിയിട്ട് എന്ത് ചെയ്തത് ഈ ഒരു AI സോഫ്റ്റ്വെയറിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആണ്? 100% ഞാൻ സക്സസ് ആണ്. വളരെ കോൺഫിഡന്റോട് കൂടി തന്നെ പറയാം, അല്ലേ? 100% കോൺഫിഡന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ആളുകൾ ട്രേഡിംഗ് മേഖലയിലേക്ക് വന്നു, കൈപ്പൊള്ളിയവരാണ് ഒരു 90% ആളുകളും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയാം 10% ആളുകളെ ട്രേഡിങ്ങിലൂടെ സക്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 90% ആളുകളും അവർക്ക് ട്രേഡിംഗ് അറിയാഞ്ഞിട്ടല്ല. നമുക്കെപ്പോഴും മനസ്സിലാവുന്ന ഒരു സംഗതി ഈ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്മാർക്ക് ഇമോഷൻസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അതാണ്, ഇമോഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ഇതുപോലത്തെ സോഫ്റ്റ്വെയറെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ അരുൺ ഭായ്, അപ്പോൾ എനിക്കിനി അറിയേണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയേണ്ട ഒരു സംഗതി, നിങ്ങളിപ്പോൾ ഈ പ്രൊജക്റ്റിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന്, ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്നുകൂടെ നന്നായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. കഴിഞ്ഞൊരു 3 വർഷമായി ചെയ്യുന്നുണ്ട്. ഈ 3 വർഷത്തിന് ഏകദേശം $2.5 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം. അതായത് INR നോക്കുകയാണെങ്കിൽ 2 CR മുകളിൽ വരും. 2 CR മുകളിൽ വരും. ഈ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സാധാരണ ട്രേഡേഴ്സൊക്കെ ഈ ഒരു 3 വർഷം കൊണ്ട് അവർ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സ്ഡ് ആണ് നമ്മൾ, അല്ലേ? നമുക്ക് ടെൻഷൻ ഇല്ല, ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കണം എന്നില്ല, നമ്മുടെ എല്ലാ കാര്യവും നടക്കും. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇനി എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്,
നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് റോബോട്ടുകൾ വരുന്നുണ്ട്, AI റോബോട്ട് ബിനാൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഒരുപാട് ബോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനൽ വഴിയും അത് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 5 വർഷത്തോളം ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിലുള്ള ആള്, തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം ബോട്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും, ഓഫ് കോഴ്സ്, അല്ലേ? 100%. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ചൂസ് ചെയ്തിരിക്കുന്നത്? ഇത് മെയിൻലി ഞാൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫണ്ട് സേഫ് ആണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കമ്പനിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. നമ്മളെ ഫണ്ട് നമ്മൾ എൻറ്റയർലി ബൈനാൻസ് അക്കൗണ്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ മോസ്റ്റ് ഓഫ് ദ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഒരു ബോട്ടിനും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഈ ട്രെൻഡെക്സ് AI ബോട്ടിനുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് സ്പോട്ടിലും ഫ്യൂച്ചേഴ്സിലും ഒരേ സമയം ഒരുപോലെ ട്രേഡ് നടക്കുന്ന ഒരു സിസ്റ്റം ഏതിലുണ്ട്, നമ്മുടെ ട്രെൻഡെക്സിലുണ്ട്. അത് വേൾഡിൽ വേറെ ഒരു ബോട്ടിനും എന്തില്ല, ഇല്ലാത്തൊരു സ്പെസിഫിക്കേഷൻ ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6ഓളം ബോട്ട്സ് അല്ലെ 6ഓളം സ്ട്രാറ്റജീസ് മെത്തേഡിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ട്രെൻഡെക്സ് AI ബോട്ട് ഇന്നിപ്പം അവൈലബിൾ ആണ്. നമുക്ക് സ്പോട്ടിലും ഫ്യൂച്ചേഴ്സിലും, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ മാത്രം ചെയ്യുന്ന മെത്തേഡ്, സ്പോട്ടിൽ മാത്രം ചെയ്യുന്ന മെത്തേഡ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്പെഷ്യാലിറ്റിയിലൂടെ ഒരു 6ഓളം സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ബോട്ട് വന്നിട്ട് പിന്നെ 3 ഇയറിന്റെ മുകളിലായി. 3 ഇയർ ബാക്കപ്പ്, നമുക്ക് 3 ഇയർ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ആളുകൾക്ക് എല്ലാം ഉണ്ട് കാണാൻ കഴിയും. ഓക്കെ, അത്രമാത്രം വിശ്വാസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് ഞാൻ വീണ്ടും എടുത്ത് പറയണത് 100% നമ്മൾ കോൺഫിഡന്റോട് കൂടി ട്രസ്റ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 6 സ്ട്രാറ്റജി പറഞ്ഞല്ലോ നിങ്ങൾ. ഈ 6 സ്ട്രാറ്റജിയിലെയും പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് മീൻസ് നമ്മളെ വെച്ചിട്ട് ഈ 6 സ്ട്രാറ്റജിയിലും പ്രോഫിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ്. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മുടെ സൈറ്റിൽ എല്ലാ 6 സ്ട്രാറ്റജിൻ്റെയും പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ 2-3 വർഷത്തെ എൻ്റെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് കാണാൻ പറ്റും. കസ്റ്റമർക്ക് ഡിസൈഡ് ചെയ്യാം എനിക്ക് ഏത് ചൂസ് ചെയ്യണം, ഏത് സ്ട്രാറ്റജി ചെയ്യണം, ഏതാണ് ബെറ്റർ എന്നുള്ളൊരു കസ്റ്റമർക്ക് ചൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാം. ഓക്കെ, എങ്കിൽ കൂടി ചോദിക്കുകയാണ്, ഒരു ആവറേജ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ആവറേജ് പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു 5 to 30% എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും മാർക്കറ്റാണ്, ക്രിപ്റ്റോ ആണ്, ഹൈ വോളറ്റൈൽ ആണ്, അറിയാലോ. അപ്പൊ മിനിമം എന്ത് ചെയ്യുക, ഒരു 3 മാസം ഒരു കസ്റ്റമർ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. മിനിമം ഒരു 3 മാസം വാച്ച് ചെയ്യുമ്പോൾ ഒരു 15% to 90% ഇടയിൽ എന്ത് വരും, കസ്റ്റമർക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഗുഡ്. ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ടോ? ഒരു കസ്റ്റമർക്ക് സ്പോട്ട് ട്രേഡിംഗിലാണെന്നുണ്ടെങ്കിൽ ഒരു $15-20 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു $50 മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം റിസ്ക് ഇല്ലാതെ ട്രേഡിംഗ് അറിയാത്ത ഒരാൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബോട്ടാണിത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ്. ഓക്കെ, ആക്ച്വലി ഇതിൽ ഏതാണ് ട്രേഡ് ചെയ്യുന്നത്, ഏത് പെയറാണ് ട്രേഡ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് നമുക്ക് മെയിൻലി 2 കോയിൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. മെയിൻലി BTC ആണ്, ദെൻ എതേറിയാണ്. ഈ 2 കോയിൻസിലാണ് എന്ത് ചെയ്യുന്നത്, മെയിൻലി ട്രേഡിംഗ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും ആളുകൾ ഇത്തരം ബോട്ടുകൾ കണക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫണ്ട് സേഫ് ആണോ, നമ്മുടെ ഫണ്ട് കമ്പനി അടിച്ചു മാറ്റി കൊണ്ടുപോകുമോ, അതൊക്കെയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിന് ആ ഒരു ഡൗട്ട് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരുപാട് ഫ്രോഡ് കമ്പനീസ് ഉണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ കമ്പനിയിൽ നമ്മൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ഫണ്ട് ആക്സസബിൾ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കമ്പനിയിൽ ഫണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റയർ ക്യാപിറ്റൽ നമ്മൾ വെക്കുന്നത് ഓൺ ബൈനാൻസ് അക്കൗണ്ടിലാണ്. ഇപ്പോൾ സാർ ഇപ്പോൾ ഇതിലൊരു അസോസിയേറ്റ് ആയി കഴിഞ്ഞാൽ സാറിന്റെ ബൈനാൻസ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യാൻ വെക്കുന്ന ഫുൾ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ ട്രെൻഡെക്സ് എന്നുള്ള സോഫ്റ്റ്വെയറിന് എന്തല്ല, ആക്സസിബിൾ അല്ല. നമ്മൾ ഓൺലി പെർമിഷൻ കൊടുക്കുന്നത് സ്പോട്ട് ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് എനേബിൾ വിഡ്രോവലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പെർമിഷൻ കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് നമ്മളാണ്, നമ്മുടെ ബൈനാൻസിലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം, കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ബോട്ട് ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം, നമുക്ക് തോന്നുകയാണ് ഇനി ഇപ്പോഴത്തെ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, നമുക്ക് എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ചോയ്സ്. കാരണം കൺട്രോൾ മൊത്തം നമ്മുടെ കൈമേലാണുള്ളത്. ഓക്കെ, നമുക്ക് ഓട്ടോമാറ്റിക് ട്രേഡിംഗ് റൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതവിടെ ഓട്ടോമാറ്റിക് നടന്നോളൂ. ഇഫ് ഇൻ കേസ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ലൈവായിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിന്റെയും ബൈനാൻസിലാണ് ട്രേഡ് നടക്കുന്നത്. അതിന്റെ ഫുൾ പ്രൂഫ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. ഏതൊരു കസ്റ്റമർ വന്നാൽ പോലും ട്രേഡ് റണ്ണിങ് ആവുന്ന ആ കസ്റ്റമറിന് ആളുടെ ബൈനാൻസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗുഡ്. ഇനി ഇതിന്റെ വിഡ്രോവൽ സിസ്റ്റം എങ്ങനെയാണ്? വിഡ്രോവൽ എങ്ങനെയാണ്? ഡിലേ വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? നമ്മളെ വെച്ചിട്ട് ട്രേഡിംഗിൽ പ്രോഫിറ്റ് വന്നത് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എനി ടൈം നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. കാരണം ഫുൾ പ്രോഫിറ്റും കാര്യങ്ങളും വരുന്നത് ഓൺ ബൈനാൻസ് അക്കൗണ്ടിലാണ്. നമ്മളെ വെച്ചിട്ട് റെഫറൻസ് ട്രെൻഡെക്സിൽ റെഫറൻസ് ഇൻകം നമുക്ക് കയറുന്നത് നമ്മുടെ ട്രെൻഡെക്സ് AI ബോട്ടിന് സോഫ്റ്റ്വെയറിലായിരിക്കും. സോ നമ്മളെ വെച്ചിട്ട് ട്രെൻഡെക്സ് AI ബോട്ടിൽ വരുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എനി ടൈം എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോവലിന് പ്രത്യേകിച്ച് ഒരു ടൈം വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കേണ്ടത്. കാരണം ആളുകൾക്ക് ഇത്തരം കമ്പനികൾ വരുന്ന സമയങ്ങളിൽ പലതും അവിടെ രജിസ്റ്റേർഡ് ആണ്, അവിടുത്തെ ലൈസൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല. ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഗൂഗിളിൽ നമ്മുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്താണ് ലൈവായിട്ട് കിട്ടും. രജിസ്ട്രേഷൻസ്, കാര്യങ്ങൾ, എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മുടെ സൈറ്റിൽ തന്നെ എന്താണ് അവൈലബിൾ ആണ്. അപ്പം ധൈര്യമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, 100% കോൺഫിഡൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു കസ്റ്റമർക്കും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫൈനാൻസിലാണ് ഫണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, കാരണം ഞാൻ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കമ്പനി പൊട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈ കമ്പനി പൊട്ടാനുള്ള സാധ്യത 0% ആണ്. കാരണം ഒരു കമ്പനി പൊട്ടിക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ഫണ്ട് കമ്പനീന്റെ കൈമിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് കമ്പനി പ്രോഫിറ്റ് കൊടുത്തോണ്ടിരിക്കുക. കമ്പനിക്ക് വേണ്ടൊരു അൾട്ടിമേറ്റ് ഫണ്ട് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ആ ഫണ്ടായിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഈ കമ്പനി പൊട്ടിച്ചിട്ട് കമ്പനിക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം എൻ്റെയർ ക്യാപിറ്റൽ, കസ്റ്റമേഴ്സ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെയർ ക്യാപിറ്റൽ എവിടെ ഉള്ളത്, നമ്മുടെ കൈവശമാണ്, അവനാന്റെ അക്കൗണ്ടിലാണ്. അപ്പൊ കമ്പനി പൊട്ടിച്ചിട്ട് കമ്പനിക്ക് എന്താ ലാഭം? ഒരു ലാഭം, ഒരു പ്രോഫിറ്റബിളും കമ്പനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് എന്തില്ല, പ്രസക്തി ഇല്ല. ഓക്കെ, ഗുഡ്. അതുപോലെ തന്നെ അരുൺ ഭായ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ചിലപ്പോൾ പിന്നെ എങ്ങനെയാണ് USDT പർച്ചേസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നോ ആ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ എന്താ പറയുക, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ക്രിപ്റ്റോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ? അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരിക്കുമോ? നമ്മുടെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ടാണ് അവർക്ക് ഉണ്ടാവുക. കാരണം നമ്മളെ വെച്ചിട്ട് എല്ലാവരും ഇൻകം ഏൺ ചെയ്യണം. എല്ലാവർക്കും അഡീഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കും. മോർ ഓവർ നമ്മളെ വെച്ചിട്ട് ഇതിൽ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഇൻകം മെത്തേഡ് കൂടി നമുക്ക് അവൈലബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ കടന്നു വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യാൻ യൂസ് ആയിട്ടുള്ള എമൗണ്ട് അത് 100% ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകം മെത്തേഡ് കൂടി എന്തുണ്ട് നമ്മുടെ അവൈലബിൾ ആണ്. കാരണം നമ്മൾ ഇപ്പോൾ എല്ലാത്തിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഡ്രസ്സ് പർച്ചേസ് കഴിഞ്ഞാൽ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഷോപ്പോ അല്ലെങ്കിൽ കാര്യങ്ങൾ സ്പെസിഫൈ ആയിട്ട് റെഫർ ചെയ്യും. പക്ഷെ അവിടുന്ന് അഡീഷണൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മനസ്സറിഞ്ഞൊരു 4 വ്യക്തികളിലേക്കോ റെഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ബോട്ടിന് വേണ്ടി ഇറക്കിയിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻകം മെത്തേഡ് കൂടി നമ്മളിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഒന്നും നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ. എന്തായാലും പിന്നെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ക്രിപ്റ്റോയെ കുറിച്ച് അറിയണമെന്നുണ്ടായിരിക്കും, ട്രേഡിംഗ് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ വല്ല ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നു? ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ആയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്താണെന്നോ, കാരണം ഇന്ന് പല യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അതൊക്കെ തുറന്നു കഴിഞ്ഞാലും ക്യാൻഡിൽ ചാർട്ടും ഗ്രാഫും കാര്യങ്ങളൊക്കെ ട്രേഡിംഗ് റിലേറ്റഡ് കാണുന്നത്. അപ്പം പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് പല കമ്പനിയിലും എന്ത് ചെയ്യുന്നുണ്ട്, 60,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, ഈ ക്രിപ്റ്റോനെ കുറിച്ചിട്ടും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വെച്ചിട്ട് നമ്മുടെ കൂടെ ബിസിനസ് അസോസിയേറ്റ് ചെയ്ത് ഏതൊരു വ്യക്തിക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും, എന്താണ് ട്രേഡിങ്, എന്താണ്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താൽ എവറിത്തിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും എനിവേ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അന്വേഷിക്കുന്ന, അവർ എൻക്വയറി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ്
അവർ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം എല്ലാവരും ഞാനടക്കമുള്ള ആളുകൾ, നിങ്ങളും ഞാനും ഒക്കെ ഇൻകം ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം ട്രേഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതിന് നല്ല ഇമോഷണൽ കൺട്രോൾ വേണമെന്നുള്ളതും അറിയാം. പക്ഷേ ഇത്തരം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കിടയിലും ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. എന്തായാലും ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രിപ്റ്റോയെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിലും, ട്രേഡിങ്ങിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിലും ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ട്രേഡിംഗ് പഠിക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർക്കാനുള്ള ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും. എനിവേ, എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.